നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താരങ്ങളുടെ അവൈലബിലിറ്റിയിൽ ചില അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് അവരുടെ സുപ്രധാന താരം റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. മറ്റാരുമല്ല, വാനന്ദു ഹസരംഗ T20 വേൾഡ് കപ്പിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു. അവർക്കിത് വലിയ തിരിച്ചടിയാണ്. ഇപ്പം ESPN ക്രിക്കിൻഫോ റിപ്പോർട്ട് ചെയ്യുന്നു, ശ്രീലങ്ക ഓൾറൗണ്ടർ വാനന്ദു ഹസരംഗ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി 2026 T20 World Cup with hamstring injury he suffered during their opening game against Ireland in Colombo on Sunday. അപ്പോൾ ആ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പെല്ല് കംപ്ലീറ്റ് ചെയ്തിരുന്നു. 25 റൺസ് വിട്ടുകൊടുത്തു, 3 വിക്കറ്റ് എടുത്തിരുന്നു 4 ഓവറിൽ. പക്ഷേ താരത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ട്. MRI നടത്തിയപ്പോൾ വളരെ സീരിയസ് ടിയർ ആണ് കണ്ടെത്തിയിരിക്കുന്നത്. UK സ്പെഷ്യലിസ്റ്റ് ഈ റിപ്പോർട്ട് കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം റൂൾഡ് ഔട്ട് ആണ് എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, പക്ഷേ ഇത് അതിൻ്റെ ഒരു റിക്കറൻസ് അല്ല. പക്ഷേ സംഗതി കുറച്ച് സീരിയസ് ആണ്. ICC ഏതായാലും അദ്ദേഹത്തിന് പകരമുള്ള റീപ്ലേസ്മെൻറ്റ് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. അധികം വൈകാതെ തന്നെ അപ്രൂവൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ശ്രീലങ്കയുള്ളത്. ലെഗ് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ദുഷാൻ ഹേമന്ത പകരം സ്ക്വാഡിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹേമന്തക്ക് 31 വയസ്സുണ്ട്. ഓൾമോസ്റ്റ് സെയിം സ്കിൽ സെറ്റാണ് വാനന്ദു ഹസരംഗയുടെ. പക്ഷേ അധികം അവസരങ്ങളൊന്നും ഇതുവരെ T20യിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹം ആകെ കളിച്ചിട്ടുള്ളത് 3 മത്സരങ്ങളാണ്, 3 T20 മത്സരങ്ങളാണ്. അതിൽ 4 വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തിരുന്നു. മോശമല്ലാത്ത പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരമാണ്. ഹസരംഗയുടെ ഈ ഒരു റൂൾഡ് ഔട്ട് ആകുക എന്നുള്ള സ്ഥിതി ശ്രീലങ്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ടീമിൻ്റെ മോസ്റ്റ് അക്കംപ്ലിഷ്ഡ് ബൗളർ ഈ ഫോർമാറ്റിൽ ഹസരംഗയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് വിത്ത് ബോൾ അറ്റ് T20 വേൾഡ് കപ്സ്. 40 വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദി ഇക്കണോമി റേറ്റ് ഓഫ് 6.01 അക്രോസ് 20 ഇന്നിങ്സ്. സോ ഇതൊരു വലിയ തിരിച്ചടി തന്നെയാണ് ശ്രീലങ്കയ്ക്ക്. ഇനി ഇന്ത്യയുടെ കാര്യത്തിൽ ചില അപ്ഡേറ്റുകൾ. ബൂമ്ര കഴിഞ്ഞ കളി കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വൈറൽ ഫീവർ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇതാ ഡൽഹിയിലെ സ്റ്റേഡിയത്തിൽ പ്രാക്ടീസിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഹി ഈസ് ലുക്കിംഗ് ഫിറ്റ്. അപ്പം അടുത്ത മത്സരം അദ്ദേഹം കളിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അതേസമയം അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്. ടീമിൻ്റെയൊക്കെ ആശങ്കയുമുണ്ട്. ഇപ്പം അഭിഷേക് ശർമ്മ ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടില്ല. ഇപ്പം ഇന്ത്യയുടെ അസിസ്റ്റൻറ്റ് കോച്ച് റയൻ ടെൻഡോഷ പറഞ്ഞത് ഇനിയും 2 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ടല്ലോ അടുത്ത മത്സരത്തിന്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം നമീബിയയ്ക്ക് എതിരെയുള്ള കളിക്ക് അവൈലബിൾ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അഭിഷേക് ശർമ്മയുടെ കാര്യത്തിൽ പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇന്ന് ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. അതേസമയം വാഷിംഗ്ടൺ സുന്ദർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എഴുതാം.